നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ജനജീവിതം ദുസ്സഹമാക്കുന്ന ഐരാണിക്കുളത്തെ ഭൂമി നാച്ചുറൽ പ്രൊഡക്ട്സ് അടച്ചുപൂട്ടുക, ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിലുള്ള വിഷു ചന്തകൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു തുടങ്ങുന്നു. സബ്സിഡി നിരക്കിൽ 13 ഇനം അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ തീരുമാനം. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങളായി പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറുന്നത്. വാർത്തകൾ വിശദമായി. ജനജീവിതം ദുസ്സഹമാക്കുന്ന ഐരാണിക്കുളത്തെ ഭൂമി നാച്ചുറൽ പ്രൊഡക്ട്സ് അടച്ചുപൂട്ടുക, ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ആരും വ്യവസായത്തിനെതിരല്ല, തൊഴിലിനെതിരല്ല. പക്ഷെ ഒരു കുഴപ്പം, വ്യവസായം നടത്താൻ വ്യവസായിക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെയോ അതിൽ കൂടുതലുമാണ് ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും ശുദ്ധമായ പരിസ്ഥിതിക്കും മനുഷ്യനുള്ള അവകാശം. ഭരണഘടന ജീവിക്കാനുള്ള അവകാശം എന്ന ഭാഗത്ത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിൽ പറയുന്നത്, ആ അനുച്ഛേദം അത് കോടതി വികസിപ്പിച്ച് നിരവധി സുപ്രീം കോടതി ഉത്തരവുകൾ ഇക്കാര്യത്തിലുണ്ട്. ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ മൃഗതുല്യമായി ജീവിക്കാനുള്ള അവകാശമല്ല, അഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെ മനുഷ്യത്വപരമായി ജീവിക്കാനുള്ള അവകാശമാണ്. അവകാശത്തിൽ വലിയ നിർവചനങ്ങൾ സുപ്രീം കോടതി വരുത്തിയിട്ടുണ്ട്, പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്ന് ആരോഗ്യകരമായി ജീവിക്കാനുള്ള അവകാശം. KG മോഹനൻ അധ്യക്ഷത വഹിച്ചു. സേവ്യർ മാളിയേക്കൽ, സലാം ചൊവ്വര തുടങ്ങിയവർ സംസാരിച്ചു. കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിലുള്ള വിഷു ചന്തകൾ സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രവർത്തിച്ചു തുടങ്ങും. സബ്സിഡി നിരക്കിൽ 13 ഇനം അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാനാണ് തീരുമാനം. സംസ്ഥാനത്താകെ 250ഓളം റംസാൻ വിഷു വിപണികൾ തുടങ്ങാനായിരുന്നു തീരുമാനമെങ്കിലും പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയിൽ സമീപിച്ചതോടെയാണ് വിപണി തുറക്കാൻ അവസരമൊരുക്കിയത്. 5 കോടി രൂപ സബ്സിഡിക്ക് അനുവദിച്ചെന്നും ആവശ്യമുള്ള സാധനങ്ങൾക്ക് പർച്ചേസ് ഓർഡർ നൽകിയതായും കൺസ്യൂമർ ഫെഡ് അറിയിച്ചു. ജനങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ തടയുന്നില്ലെന്നും പ്രത്യേക വിപണിയെ പ്രചാര നേട്ടത്തിന് ഉപയോഗിക്കരുത് എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങളായി പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറുന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11:30-നും 11:45-നും ഇടയ്ക്കും, പാറമേക്കാവിൽ ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയ്ക്കുമാണ് കൊടിയേറുക. ഘടകക്ഷേത്രങ്ങളിൽ കില്ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറ്റം നടക്കുക. അയ്യന്തോളിൽ രാവിലെ 11-നും 11:15-നും ഇടയ്ക്കും, ചെമ്പുക്കാവിലും കണിമംഗലത്തും വൈകിട്ട് 6-നും 6:15-നും ഇടയ്ക്കും, പനംകുമ്പിള്ളിയിലും പൂക്കാട്ടുകരയിലും വൈകിട്ട് 6:15-നും 6:30-നും ഇടയ്ക്കുമാണ് കൊടിയേറ്റം. ചൂരക്കാട്ടുകാവിൽ വൈകിട്ട് 6:45-നും 7-നും ഇടയ്ക്ക് കൊടിയേറും. ഏറ്റവും അവസാനം കൊടിയേറുന്നത് നെയ്തലക്കാവ് ക്ഷേത്രത്തിലാണ്. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ഫോട്ടോഗ്രാഫി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മേലൂർ ജീവനം ഹാളിൽ നടന്ന ക്ലാസ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കഴിവുകളുണ്ട്, അത് പലർക്കും പല രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുക എന്നതാണ് ചെയ്യുക. അപ്പോൾ ഷാജി മാഷ് ആ ഉദ്യമത്തിലാണ്. പലർക്കും പല കഴിവുകളുണ്ട്, ഓരോരുത്തരും ഓരോ രീതിയിൽ ആ ടേസ്റ്റുകളെ തിരിച്ചറിഞ്ഞ് അതിലൂടെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിശീലനമാണ് ഇന്നിവിടെ നടക്കുക. വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വിലയുള്ള ചിത്രങ്ങൾ തന്നെയാണ്. അത് ആസ്വദിക്കാനും അതുപോലെ ഇതിന് ഒരുപാട് വിലകളുള്ളതാണ്, ഒരു മൂല്യമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി നേരത്തെ ബാങ്ക് വൈസ് പ്രസിഡന്റ് MV പ്രസാദ് അധ്യക്ഷത വഹിച്ചു. നിക്കോൺ ഇന്ത്യ ടെക്നിക്കൽ അസിസ്റ്റന്റ് മാനേജർ PJ അരുൺ ക്ലാസ് നയിച്ചു. CP ഷാജി, ED സാബു, അഞ്ജുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനവും ഉണ്ടായിരുന്നു.
കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പാവറട്ടി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. വെള്ളിയാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആൻ്റണി ചെമ്പകശ്ശേരി തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുൽക്കോട്ടിൽ, മാനേജിംഗ് ട്രസ്റ്റി VJ ജോസി, ഭാരവാഹികളായ ജോബി ഡേവിസ്, CV സേവ്യർ, ഷാജൻ ജോസ്, NJ ലിയോ, റാഫി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 19, 20, 21 തീയതികളിലാണ് പ്രസിദ്ധമായ പാവറട്ടി തിരുനാൾ. കാൽപന്താണ് ലഹരിയെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ചുറപ്പിക്കാനൊരുങ്ങി ഭൂപതി. ഇത്തവണ സോയു സ്റ്റാർ സോക്കർ ഫെസ്റ്റ് ലഹരിമുക്ത ഗ്രാമത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ കൂടി വിളംബര വേദിയാകും ഇവിടം. കളിയാരവങ്ങൾക്ക് മുന്നോടിയായി ഗ്രൗണ്ട് മോടി പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പുല്ലുകളിൽ മരുന്ന് തെളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫൈനലിൻ്റെ തലേ ദിവസം സ്റ്റേഡിയത്തിൽ ലഹരിമുക്ത പ്രതിജ്ഞ എടുക്കും. മീഡിയ ടൈം ഉദ്ഘാടന മത്സരം തത്സമയം സംപ്രേഷണം ചെയ്യും. 14 മുതൽ 21 വരെയാണ് മത്സരങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ജനജീവിതം ദുസ്സഹമാക്കുന്ന ഐരാണിക്കുളത്തെ ഭൂമി നാച്ചുറൽ പ്രൊഡക്ട്സ് അടച്ചുപൂട്ടുക, ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിലുള്ള വിഷു ചന്തകൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു തുടങ്ങുന്നു. സബ്സിഡി നിരക്കിൽ 13 ഇനം അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ തീരുമാനം. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങളായി പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.